ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കേരളത്തിൽ അതിവേഗം ബഹുദൂരം മുന്നിലെത്തിയ ഒരു നഗരത്തെക്കുറിച്ചാണ്. വെറുതെ ആ നഗരത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുകയല്ല, നമുക്കെല്ലാം അർഹതപ്പെട്ട വികസനം തടഞ്ഞു വെക്കുന്നവരെ എക്സ്പോസ് കൂടി ചെയ്യുകയാണ്. അതായത് മധ്യ തിരുവിതാംകൂറിലെ ഒരു സാധാരണ പട്ടണമായിരുന്ന കൊട്ടാരക്കര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാനടക്കമുള്ളവരൊക്കെ ആദ്യമൊക്കെ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ വെറും ബജറ്റ് പ്രഖ്യാപനങ്ങളായിരിക്കും, അല്ലെങ്കിൽ വെറും ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്നാണ് സത്യത്തിൽ കരുതിയിരുന്നത്. ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടാറുള്ളതല്ലേ. പക്ഷെ ആ സംശയം എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഞെട്ടിക്കുന്ന ചില വസ്തുതകളിലേക്കാണ്. ഒരു മണ്ഡലത്തിലെ MLA വിചാരിച്ചാൽ അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന മന്ത്രി കൂടിയാണെങ്കിൽ ഒരു നാടിന്റെ വിധി തന്നെ മാറ്റാൻ കഴിയുമെന്ന് കൊട്ടാരക്കര തെളിയിക്കുകയാണ്. വികസനം എന്ന് പറഞ്ഞാൽ വെറും റോഡ് ടാർ ചെയ്യലല്ല, അത് ആകാശത്ത് ഹെലിപ്പാഡായിട്ടും മണ്ണിൽ ഡ്രോൺ റിസർച്ച് പാർക്കായിട്ടും പുഴയ്ക്ക് കുറുകെയുള്ള കോടികളുടെ പാലങ്ങളായിട്ടും മാറുന്ന അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. കൊട്ടാരക്കരക്കാർക്ക് അടിച്ചത് ഒരു ബമ്പർ ലോട്ടറിയാണ്. ആ ലോട്ടറിയുടെ പേരാണ് KN ബാലഗോപാൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനപ്രതിനിധി എങ്ങനെ തന്റെ നാടിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നതിനെ കുറിച്ചാണ്. രാഷ്ട്രീയം മറക്കാം, പക്ഷേ വികസനം കാണാതിരിക്കാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിൽ നിന്നും തുടങ്ങാം. കൊട്ടാരക്കരയിൽ ഒരു ഹെലിപ്പാഡ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വന്നേക്കാം. ഒരു ചെറിയ പട്ടണത്തിന് എന്തിനാണ് ഹെലിപ്പാഡ് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് വെറും VIP-കൾക്ക് വന്നിറങ്ങാനല്ല. തൃക്കണ്ണമംഗലം ITC പരിസരത്ത് 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ഹെലിപ്പാഡ് ഒരു ലൈഫ് സേവിംഗ് മെഷീനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൃദയം മാറ്റിവെക്കേണ്ട അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണല്ലോ. കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ ആംബുലൻസിൽ പോകണമെങ്കിൽ മണിക്കൂറുകളാണ് എടുക്കുക, അല്ലെ? പിന്നെ ട്രാഫിക് വേറെയും. എന്നാൽ ഈ ഹെലിപ്പാഡ് വരുന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ രോഗിയെ എത്തിക്കാം. അവിടെയും തീരുന്നില്ല. ഭാവിയിൽ കൊട്ടാരക്കര ഒരു IT ഹബ്ബായി മാറുമ്പോൾ വമ്പൻ കമ്പനികളുടെ മേധാവികൾക്ക് എളുപ്പത്തിൽ എത്താനായി ഇത് സാധിക്കും. ഒരു നാടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ദീർഘവീക്ഷണത്തോടെ പണിയാം എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെ വേണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പലരും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. സിലിക്കൺ വാലിയിലോ ബാംഗ്ലൂരുവിലോ മാത്രം നമ്മൾ കേട്ട് ശീലിച്ച ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിലേക്ക് വരികയാണ്. 5 കോടി രൂപയാണ് ഇതിനു വേണ്ടിയും വകയിരുത്തിയിരിക്കുന്നത്. എന്തിനാണ് ഡ്രോൺ പാർക്ക്? ഇന്ന് ലോകം മാറുന്നത് AI-യിലേക്കും ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്കുമാണ്. കൃഷി മുതൽ പ്രതിരോധം വരെ ഡ്രോണുകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലെ മിടുക്കരായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇനി പഠനത്തിനും ഗവേഷണത്തിനുമായി വിദേശത്തോ ബാംഗ്ലൂരുവിലോ പോകേണ്ടി വരില്ല. കൊട്ടാരക്കരയിലിരുന്ന് അവർ ലോകത്തെ മാറ്റുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കും. KN ബാലഗോപാൽ എന്ന ജനപ്രതിനിധി കാണുന്നത് വെറും ഇന്നത്തെ വോട്ടല്ല, വരും തലമുറയുടെ തൊഴിലും ഭാവിയുമാണ്. ഇതൊരു ബ്രില്യന്റ്, അസാധ്യ മൂവ് അല്ലേ? പഴമയെ മറക്കാത്ത പുതുമയാണ് യഥാർത്ഥ വികസനം. മഹാത്മാഗാന്ധി കൊട്ടാരക്കരയിൽ വന്നപ്പോൾ വിശ്രമിച്ച ഒരു സ്ഥലമുണ്ട്, മുസാവാരി ബംഗ്ലാവ്. വർഷങ്ങളോളം ആരും തിരിഞ്ഞു നോക്കാതെ നശിച്ചുകൊണ്ടിരുന്ന ആ ചരിത്ര സ്മാരകം ഇന്ന് പുതുജീവൻ പ്രാപിക്കുകയാണ്. 2 കോടി രൂപ ചെലവിൽ ഇതിനെ ഒരു ഗാന്ധി സ്മാരകവും അത്യാധുനിക പബ്ലിക് ലൈബ്രറിയുമായി നവീകരിക്കുകയാണ്. അതുപോലെ തന്നെ കില ക്യാമ്പസിൽ അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമി ചെയർമാൻ 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമാക്കി കൊട്ടാരക്കരയെ മാറ്റുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ചരിത്രത്തെയും പൈതൃകത്തെയും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആധുനികതയിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ചയാണിത്. ഇനി നമുക്ക് ഒരു പഞ്ചായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കുളക്കട പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് എത്രമാത്രം വികസനം നടക്കും? കുളക്കടയിൽ നടന്നത് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. ചെട്ടിയാരഴികത്ത് പാലം. കല്ലടയാറിന് കുറുകെ ഈ പാലം പണിയാൻ ചെലവാക്കിയത് 11.25 കോടി രൂപയാണ്. പതിറ്റാണ്ടുകളായി പ്രദേശവാസികൾ സ്വപ്നം കണ്ട ഒരു യാത്രാ സൗകര്യം യാഥാർത്ഥ്യമായപ്പോൾ അത് വെറും ഒരു പാലമല്ല, ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാറി. അടുത്തത് തെങ്ങാമ്പുഴ കടവ് പാലമാണ്. ഇതിനായി 5 കോടി രൂപയാണ് അനുവദിച്ചത്. സ്കൂളുകളുടെ വികസനം. കുളക്കട HSS-ന് പുതിയ കെട്ടിടത്തിനായി മാത്രം 3.25 കോടി രൂപയാണുള്ളത്. ആധുനിക ക്ലാസ് മുറികളും ലാബുകളും വേറെയും. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും, സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇത്രയും മൈന്യൂട്ടായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയൂ. കുളക്കട ഇന്നൊരു മോഡൽ പഞ്ചായത്തായി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചന്തകൾ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ചെളിയും വൃത്തിഹീനമായ അന്തരീക്ഷവും രൂക്ഷഗന്ധമൊക്കെയാണ്. എന്നാൽ കൊട്ടാരക്കരയിലെ ചന്തകൾ ഇനി അങ്ങനെ ആയിരിക്കില്ല. മണ്ഡലത്തിലെ 5 പ്രധാന ചന്തകൾ കിഫ്ബിയുടെ സഹായത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. ഒന്നാമത് കൊട്ടാരക്കര മാർക്കറ്റ് തന്നെ വരാം. 5.25 കോടിയാണ്. നഗരഹൃദയത്തിലെ ഈ മാർക്കറ്റ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ് മാറുക. 2 നെടുമൺകാവ് മാർക്കറ്റ്
5.25 കോടി രൂപ. ഗ്രാമീണ മേഖലയിലെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ആധുനിക സൗകര്യങ്ങൾ. മൂന്നാമത് പുത്തൂർ മാർക്കറ്റ് 2.25 കോടി രൂപ. ഹൈടെക് ഫിഷ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ. 4 എഴുകോൺ കലയപുരം മാർക്കറ്റുകൾ, ആകെ 4.5 കോടി രൂപ. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും വിപണനവുമാണ്. ഒരു കർഷകന് തന്റെ അധ്വാനത്തിന് അർഹമായ വില ലഭിക്കാൻ ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ അനിവാര്യമാണ്. കെ.എൻ. ബാലഗോപാലിന്റെ ഈ ദീർഘവീക്ഷണം കൊട്ടാരക്കരയുടെ സാമ്പത്തിക രംഗത്തെ തന്നെ മാറ്റിമറിക്കും. കൊല്ലം ജില്ലയുടെ നട്ടെല്ലാണ് കശുവണ്ടി വ്യവസായം, അല്ലെ? ലക്ഷക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ മേഖല വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ നമ്മൾ കണ്ടത് കശുവണ്ടി വ്യവസായത്തെ മരണക്കയത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമമാണ്. ആകെ 142 കോടി രൂപയാണ് കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്. അതിൽ കാഷ്യൂ ബോർഡിന് മാത്രം 41 കോടി, കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ 3.5 കോടി രൂപ. തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഫാക്ടറികളുടെ നവീകരണത്തിനും ഇത്രയും വലിയൊരു തുക വകയിരുത്തിയത് ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ നാട്ടിലെ പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ ബാലഗോപാൽ എന്നും മുന്നിലുണ്ട്. എന്തായാലും ഇതോടെ ഒന്നും തീരുന്നില്ല. എഴുകോൺ പുലിയൂരിലെ 4 സാധാരണ വീട്ടമ്മമാർ ശുഭ, രാജി, ലതിക, രേഖ അവർ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ പറമ്പിലെ ചക്ക വെറുതെ കളയണ്ട, അവർ വരിക്കച്ചക്ക ഉപയോഗിച്ച് ചിപ്സ് ഉണ്ടാക്കി. പക്ഷെ അത് വെറുതെ കടയിൽ വിൽക്കുകയല്ല ചെയ്തത്. ടോക്കോ ചിപ്സ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സഹായത്തോടെ അത് വിദേശ വിപണിയിലേക്ക് എത്തിച്ചു. ഇക്കാര്യം കേരളത്തിന്റെ ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞപ്പോ അത് ആ 4 സ്ത്രീകൾക്ക് കിട്ടിയ അംഗീകാരം മാത്രമല്ല, മറിച്ച് സംരംഭകത്വത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് കിട്ടിയ ഒരു പ്രചോദനം കൂടിയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങളെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണാധികാരി കൊട്ടാരക്കരയ്ക്ക് ലഭിച്ചത് തീർച്ചയായും ഭാഗ്യമല്ലെങ്കിൽ പിന്നെ എന്താണ്? എന്തായാലും വികസനം എന്ന് പറഞ്ഞാൽ സുരക്ഷ കൂടിയാണ്. കൊട്ടാരക്കര ഫയർ സ്റ്റേഷന്റെ അവസ്ഥ നമുക്കറിയാമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി ആ പരിമിതികളൊന്നും ഉണ്ടാവില്ല. 3 കോടി രൂപ ചെലവിൽ ഫയർ സ്റ്റേഷൻ നവീകരിക്കുകയാണ്. ആധുനിക ഉപകരണങ്ങളും പുതിയ കെട്ടിടവും സജ്ജമായിരിക്കും. അതുപോലെ തന്നെ സബ് ജയിലിന് വേണ്ടി 2 കോടി രൂപ വേറെയും മാറ്റിവെച്ചു. ക്രമസമാധാന പാലനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒരു വിട്ടുവീഴ്ചയും ഇവിടെ നടക്കില്ല എന്നതിലൂടെ വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇലക്ഷൻ വരികയല്ലേ, അതുകൊണ്ടൊക്കെയല്ലേ ഇതൊക്കെ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ സംശയത്തോടെയാണ് ഞാനും ഈ വാർത്തകളൊക്കെ നോക്കിയത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല എന്നാണ്. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ ഓരോ മേഖലയിലും പടിപടിയായിട്ടുള്ള വികസനമാണ് ഇവിടെ നടന്നത്. പ്രതിപക്ഷത്ത് നിന്നും രശ്മിയെ പോലെയുള്ളവർക്ക് മത്സരത്തിന് വന്നേക്കാം. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കാണല്ലോ. സ്വന്തം മണ്ഡലത്തെ ഒരു ലേണിംഗ് ഹബ്ബും ഡെവലപ്മെന്റ് മോഡലുമാക്കി മാറ്റാൻ കെ.എൻ. ബാലഗോപാലിന് കഴിഞ്ഞു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെയുള്ള 140 മണ്ഡലങ്ങളിലെ ഏറ്റവും മികച്ചതിൽ ഒന്ന് തന്നെയാണ് കൊട്ടാരക്കര. അങ്ങനെ കൊട്ടാരക്കര മാറുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ബാലഗോപാൽ ഒരു അഗ്രസീവ് പ്ലെയർ ആണ്. അത് നല്ലതിനാണെങ്കിൽ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യണം. അപ്പോൾ കൊട്ടാരക്കരയുടെ ഈ കുതിപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. ഒരു മണ്ഡലം എന്ന രീതിയിൽ നിങ്ങളുടെ മണ്ഡലവും അതുപോലെ തന്നെ കൊട്ടാരക്കരയും എടുത്തു നോക്കിയാൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.